നൂറ്റാണ്ടുകളായിട്ട് ക്രിക്കറ്റ് ലോകം കാത്തിരുന്ന ഒരു പോരാട്ടത്തിന്റെ ആവേശം പോലെ ഒരുതരം പിരിമുറുക്കം അന്തരീക്ഷത്തിൽ തങ്ങിനിന്നു. 2025 ഡിസംബർ 16-ന് ബ്രിസ്ബെയിനിലെ പ്രശസ്തമായ ഗ്യാബ സ്റ്റേഡിയത്തിൽ വെച്ച് ലോകം മുഴുവൻ ശ്വാസമടക്കിപ്പിടിച്ച് കാത്തിരിക്കുകയായിരുന്നു. ഇതൊരു സാധാരണ കളിയായിരുന്നില്ല, പുരുഷന്മാരുടെ ആഷസ് പരമ്പരയുടെ തുടക്കമായിരുന്നു അത്. 5 ടെസ്റ്റ് മത്സരങ്ങളുള്ള ഈ ചരിത്ര പോരാട്ടത്തിൽ തങ്ങളുടെ കയ്യിലുള്ള ആഷസ് നിലനിർത്താൻ ഓസ്ട്രേലിയയും കിരീടത്തിനായി ദാഹിച്ചെത്തിയ ഇംഗ്ലണ്ടും നേർക്കുനേർ. ആദ്യ നിമിഷം മുതൽ തന്നെ നാടകീയതയ്ക്ക് കുറവുണ്ടായിരുന്നില്ല. ഇംഗ്ലണ്ട് ടോസ് നേടി, അതൊരു തന്ത്രപരമായ നീക്കമായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചതോടെ പോരാട്ടത്തിന് ചൂടുപിടിച്ചു. ഈയൊരു തീരുമാനം മാത്രം സാമൂഹിക മാധ്യമങ്ങളിലും സ്പോർട്സ് ഫോറങ്ങളിലും വൻ ചർച്ചകൾക്കും പ്രവചനങ്ങൾക്കും വഴിയൊരുക്കി. വർഷങ്ങളായി ക്രിക്കറ്റ് കാണുന്നവരും പുതിയ തലമുറയിലെ ആരാധകരുമെല്ലാം സ്ക്രീനുകൾക്ക് മുന്നിൽ തടിച്ചുകൂടി തത്സമയ അപ്ഡേറ്റുകൾക്കും സ്കോർ കാർഡുകൾക്കും ടൈംലൈനുകൾക്കുമായി ആകാംക്ഷയോടെ കാത്തിരുന്നു. ഡിജിറ്റൽ ലോകത്തെ ആവേശം ചെവി തകർക്കുന്നതായിരുന്നു. ഈ മത്സരത്തിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് അത് വിളിച്ചോതി. ഇതൊരു വെറും കളിയായിരുന്നില്ല, ആദ്യ പന്ത് എറിയുന്നതിനു മുൻപേ തുടങ്ങിയ ഒരു മാനസിക യുദ്ധത്തിന്റെ പ്രഖ്യാപനം കൂടിയായിരുന്നു. ഓസ്ട്രേലിയയുടെ കോട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഗ്യാബിയിൽ അവർക്ക് ഒരു ആദ്യ വെല്ലുവിളി നേരിടേണ്ടി വന്നിരിക്കുന്നു. ഇംഗ്ലണ്ടിന്റെ ഈ ധീരമായ നീക്കത്തോട് നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ എങ്ങനെ പ്രതികരിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുകയായിരുന്നു. കളിക്കളം ഒരുങ്ങി, കളിക്കാർ തയ്യാറായിരുന്നു. കഴിവും ധീരയും ദേശീയ അഭിമാനവും ചേർത്തുള്ള ഒരു വിസ്മയം വാഗ്ദാനം ചെയ്തുകൊണ്ട് ആഷസിന്റെ പുതിയ അധ്യായം ഔദ്യോഗികമായി ആരംഭിക്കുകയായിരുന്നു. ഇംഗ്ലണ്ടിന്റെ ഓപ്പണർമാർ കളിക്കളത്തിലിറങ്ങിയപ്പോഴേക്കും എല്ലാവരുടെയും ശ്രദ്ധ ഓസ്ട്രേലിയൻ ടീമിലേക്ക് തിരിഞ്ഞു. ആതിഥേയരായ ഓസ്ട്രേലിയൻ ടീമിൽ ഉറച്ച ഓപ്പണറായ ഉസ്മാൻ കവാജിയെയും മധ്യനിരയിലെ മിടുക്കനായ മാർനസ് ലബുഷീനെയും പോലുള്ള മികച്ച കളിക്കാർ പോരാട്ടത്തിന് തയ്യാറെടുത്തു. രാജ്യത്തിന്റെ മുഴുവൻ പ്രതീക്ഷയും ഈ താരങ്ങളുടെ ചുമലിലായിരുന്നു. ഇവരുടെ ഓരോ നീക്കവും സൂക്ഷ്മമായി ശ്രദ്ധിക്കപ്പെടും, ഓരോ ഷോട്ടും കയ്യടിയും നിരാശയും ഏറ്റുവാങ്ങും. പക്ഷേ ഈ ആവേശങ്ങൾക്കിടയിലും ഒരു വലിയ ചോദ്യം ഗാലറികളിലും ഓൺലൈൻ ചർച്ചകളിലും നിറഞ്ഞുനിന്നു: സ്റ്റീവ് സ്മിത്ത് എന്തുകൊണ്ട് കളിക്കുന്നില്ല? വിശ്രമത്തിലാണോ അതോ പരിക്കേറ്റതാണോ എന്ന് വ്യക്തമല്ലെങ്കിലും ഈ പ്രമുഖ താരത്തിന്റെ അസാന്നിധ്യം ഉടൻ തന്നെ ചൂടേറിയ ചർച്ചാവിഷയമായി. ഇത് ഇതിനോടകം വാശിയേറിയ ഈ പോരാട്ടത്തിന് കൂടുതൽ കൗതുകം നൽകി. അദ്ദേഹത്തിന്റെ സാന്നിധ്യമോ അഭാവമോ മത്സരത്തിനു മുൻപുള്ള തന്ത്രങ്ങളെയും ആരാധകരുടെ പ്രതീക്ഷകളെയും തീർച്ചയായും സ്വാധീനിച്ചു. അതിനിടെ അമ്പയർമാരായ എ.ടി. ഗോൾഡ്സ്റ്റോക്ക്, എസ്.ഐ.എസ്. സൈക്കത്ത്, ഇ.ടി.വി. അമ്പയർ എൻ.എൻ. മേനോൻ, മാച്ച് റഫറി ആർ.എസ്. മഡുവില്ലെ എന്നിവരുൾപ്പെടെയുള്ള മാച്ച് ഒഫീഷ്യൽസ് വാശിയേറിയ ഒരു മത്സരത്തിന് മേൽനോട്ടം വഹിക്കാൻ തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചു. ഓരോ തീരുമാനവും, ഓരോ ബൗണ്ടറിയും, ഓരോ വിക്കറ്റും ലോകമെമ്പാടുമുള്ള കാഴ്ചക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യും. ആവേശകരമായ പിച്ചിനും നിറഞ്ഞുകവിയുന്ന കാണികൾക്കും പേരുകേട്ട ഗാബ സ്റ്റേഡിയം ഈ ആദ്യ ടെസ്റ്റ് മത്സരത്തിന് ഏറ്റവും അനുയോജ്യമായ വേദിയൊരുക്കി. ആഷസ് പരമ്പരയുടെ എല്ലാ ശ്രദ്ധയും ഈ മത്സരത്തിലേക്ക് തിരിഞ്ഞപ്പോൾ വ്യക്തിഗത മികവും ടീമിന്റെ കൂട്ടായ തന്ത്രങ്ങളും ഇവിടെ ഏറ്റുമുട്ടും. ഈ ആഷസ് ഓപ്പണറിന് കിട്ടിയ തത്സമയ പ്രതികരണം ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. ഈ പോരാട്ടത്തിന്റെ കരുത്ത് എത്രത്തോളമുണ്ടെന്നിത് കാണിച്ചു തന്നു. ഇന്നിംഗ്സ് മുന്നോട്ടു പോയപ്പോൾ ഓസ്ട്രേലിയൻ പുരുഷ ക്രിക്കറ്റ് ടീം വേഴ്സസ് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം മാച്ച് സ്കോർ കാർഡ്, ടൈംലൈൻ എന്നിങ്ങനെയുള്ള സെർച്ചുകൾ കൂടിക്കൂടി വന്നു. ഓരോ നിമിഷവും കളിയെ ഉറ്റുനോക്കുന്ന ലോകമെമ്പാടുമുള്ള ആരാധകരെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. സിഡ്നി മുതൽ ലണ്ടൻ വരെ ഓസ്ട്രേലിയ ബനാം ഇംഗ്ലണ്ട് എന്ന് ട്രെൻഡ് ചെയ്ത ഹിന്ദി സംസാരിക്കുന്ന മേഖലകളിൽ പോലും ആരാധകർ കളിയോട് അങ്ങ് ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. ഓൺലൈൻ ചർച്ചകൾ വെറും റൺസിനെയും വിക്കറ്റിനെയും കുറിച്ചായിരുന്നില്ല കേട്ടോ. കളിക്കാരുടെ പ്രകടനം, ടീമിന്റെ തന്ത്രങ്ങൾ, കളിയുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഇതിൽ ആഴത്തിൽ ചർച്ചയായി. ഉസ്മാൻ കവാജിയുടെ ടെക്നിക്കോ മാർനസ് ലബുഷീനിന്റെ സമീപനമോ ഒക്കെയായിരുന്നു പ്രധാന ചർച്ചാവിഷയങ്ങൾ. ഈ ആംചെയർ എക്സ്പെർട്ടുകൾ എന്ന് പറയുന്നവരുടെ വിശകലനം എത്രത്തോളം സൂക്ഷ്മമാണെന്ന് ഇത് കാണിച്ചു തന്നു. ഒരു കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ വെർട്ടിഗോ, ഔട്ട് പോലുള്ള വാക്കുകൾക്ക് പോലും ഒരുപാട് ഡിമാൻഡ് വന്നു. തത്സമയ കമന്ററിയും ആരാധകരുടെ പ്രതികരണങ്ങളും എത്രത്തോളം ആത്മാർത്ഥമാണെന്ന് ഇത് സൂചിപ്പിച്ചു. ചിലപ്പോൾ ഏതെങ്കിലും കളിക്കാരന് തലകറങ്ങിയതാവാം, അല്ലെങ്കിൽ ഒരു നിർണായക വിക്കറ്റ് വീണപ്പോൾ ഓൺലൈനിൽ വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയതാവാം. ലൈവ് ഫീഡിൽ നിന്ന് ലഭിച്ച അത്ര പ്രാധാന്യമില്ലാത്തതെന്ന് തോന്നുന്ന ഈ കാര്യങ്ങൾ പോലും നിമിഷങ്ങൾക്കുള്ളിൽ സംസാര വിഷയമായി. അത് കളിയുടെ വ്യാപ്തി അതിരുകൾക്കപ്പുറത്തേക്ക് എത്തിച്ചു. ഈ തൽക്ഷണവും സംവേദനാത്മകവുമായ പ്രതികരണം ആരാധകർ കളിയുമായി എത്രത്തോളം അടുത്തു നിൽക്കുന്നു എന്നടിവരയിടുന്നു. ഇത് ഒരു കായിക മത്സരത്തെ ഭൂഖണ്ഡങ്ങളിലുടനീളം തത്സമയം നടക്കുന്ന ഒരു കൂട്ടായ, പങ്കുവെക്കപ്പെടുന്ന അനുഭവമാക്കി മാറ്റി. കളിയുടെ വെറും ആവേശം എന്നതിനപ്പുറം ഈ ആഷസ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ഇത് പരമ്പരയുടെ ഗതി മാത്രമല്ല, രണ്ട് ടീമുകളുടെയും മുന്നോട്ടുള്ള യാത്രയെ വരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. 5 മത്സരങ്ങളുള്ള ഒരു ടെസ്റ്റ് പരമ്പര ആയതുകൊണ്ട് തന്നെ ബ്രിസ്ബെയിനിൽ കിട്ടുന്ന തുടക്കത്തിലെ ആക്കം, അല്ലെങ്കിൽ അവിടെ വെച്ച് നഷ്ടപ്പെടുന്ന ആക്കം, പരമ്പരയുടെ മൊത്തം ചിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പോന്നതായിരുന്നു. നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയക്കാണെങ്കിൽ ആഷസ് കിരീടം നിലനിർത്താനുള്ള വലിയ സമ്മർദ്ദത്തിലായിരുന്നു. ഇംഗ്ലണ്ടാണെങ്കിൽ തങ്ങൾക്ക് അവകാശപ്പെട്ടത് തിരിച്ചുപിടിച്ച് തങ്ങളുടെ ശക്തി തെളിയിക്കാനായിരുന്നു നോക്കിയത്. വെറും രാജ്യത്തിന്റെ അഭിമാനം മാത്രമല്ല, ഈ മത്സരത്തിന്റെ പ്രാധാന്യം അതിനപ്പുറം നീളുന്നതായിരുന്നു. നിർണായകമായ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റുകൾ കൂടിയായിരുന്നു ഇവിടെ പന്തയത്തിലുണ്ടായിരുന്നത്. ഇത് ലോക ക്രിക്കറ്റിൽ ഇരു ടീമുകളുടെയും നിലവിലെ സ്ഥാനത്തെ കാര്യമായി സ്വാധീനിക്കാൻ കഴിയുന്നതായിരുന്നു. ഇവിടെ കിട്ടുന്ന ഒരു മികച്ച തുടക്കം ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെത്താനുള്ള അവരുടെ സാധ്യതകളെ ഒരുപാട് വർദ്ധിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എറിയുന്ന ഓരോ പന്തിനും വലിയ തന്ത്രപരമായ പ്രാധാന്യം കൈവന്നിരുന്നു. ഇതിനും പുറമെ സാമ്പത്തികപരമായ പ്രാധാന്യവും വളരെ വലുതായിരുന്നു. ബ്രോഡ്കാസ്റ്റർമാർ, സ്പോൺസർമാർ, വാതുവെപ്പ് വിപണികൾ ഇവരെല്ലാം ഈ മത്സരത്തെ വളരെ ആകാംക്ഷയോടെയാണ് കണ്ടത്. കാരണം ആവേശകരമായ ഒരു പരമ്പര കോടിക്കണക്കിന് കാഴ്ചക്കാരെയും വലിയ സാമ്പത്തിക നേട്ടങ്ങളും നൽകുമെന്ന് അവർക്കറിയാമായിരുന്നു. ഇംഗ്ലണ്ടിന് ടോസ് ലഭിച്ചതും അവരുടെ തുടക്കത്തിലെ പ്രകടനവുമെല്ലാം പ്രവചനങ്ങളിൽ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വരുത്തി. ഇത് വാതുവെപ്പ് നിരക്കുകളിൽ അപ്പോൾ തന്നെ പ്രതിഫലിക്കുകയും ചെയ്തു. കായിക ലോകത്തിന്റെ സാമ്പത്തിക മേഖലയിൽ ഒരു വലിയ ഓളം തന്നെ ഇത് സൃഷ്ടിച്ചു.
അതുകൊണ്ട് തന്നെ ഈ മത്സരം വെറും ക്രിക്കറ്റ് മാത്രമായിരുന്നില്ല. ഇത് പാരമ്പര്യം, ലോകത്തിലെ സ്ഥാനം, പിന്നെ ഈ വലിയ കായിക വിനോദത്തിന്റെ സാമ്പത്തിക വശം ഇവയെല്ലാം ഒത്തുചേരുന്ന ഒരു പോരാട്ടമായിരുന്നു. ഈ ഗ്യാബയിലെ ആദ്യ ടെസ്റ്റ് പെട്ടെന്നുണ്ടായ ആവേശവും ചൂടേറിയ ചർച്ചകളുമൊക്കെയായി ആഷസിന് ഇപ്പോഴും എത്രമാത്രം ആരാധകരുണ്ടെന്ന്, അല്ലെങ്കിൽ അതിന്റെ മാസ്മരികത എത്ര വലുതാണെന്ന് അടിവരയിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെയാണ് പുതിയ ഇതിഹാസങ്ങൾ പിറക്കുന്നത്, ചിരവൈരികൾ തമ്മിലുള്ള പോരാട്ടം അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തുന്നത്, കൂടാതെ രാജ്യത്തിന്റെ അഭിമാനത്തിനു വേണ്ടി താരങ്ങൾ ജീവൻ പണയം വെച്ചു കളിക്കുന്നത്. ഇംഗ്ലണ്ടിന് ടോസ് കിട്ടിയതു മുതൽ ടീമിലെ കളിക്കാരെക്കുറിച്ചുള്ള ചർച്ചകളും ലൈവ് സ്കോർ ബോർഡുമെല്ലാം 2025 മുതൽ 26 വരെ സീരീസിന് ഒരു ഗംഭീര തുടക്കമാണ് നൽകിയിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ഓരോ ഓവറിലും, ഓരോ റണ്ണിലും, ഓരോ വിക്കറ്റിലും, ഓരോ തന്ത്രപരമായ തീരുമാനങ്ങളിലും കാര്യങ്ങൾ മാറുമറിയാം. അത് ലക്ഷക്കണക്കിന് ആരാധകരെ ആകർഷിക്കുന്ന ഒരു കഥയായി മാറും. ഇനി എന്ത് സംഭവിക്കുമെന്നത് ആഷസ് ആരുടെ കൈകളിലെത്തുമെന്ന് മാത്രമല്ല, ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് നിലകളെയും ഇതിൽ കളിക്കുന്ന കളിക്കാരുടെ ഭാവിയെയും നിർണ്ണയിക്കും. ഇത് വെറുമൊരു കളിയല്ല, അതിരുകളില്ലാതെ ആരാധകരെ ഒരേ വികാരത്തിൽ ഒന്നിപ്പിക്കുന്ന ഒരു സാംസ്കാരിക പ്രതിഭാസവും ഒരു കായിക ഇതിഹാസവുമാണ് ഇത്. ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ഈ നാടകീയ നിമിഷങ്ങളിലെ അടുത്ത വഴിത്തിരിവിനായി. ഗ്യാബയിലെ ഈ തുടക്കം ക്രിക്കറ്റ് ചരിത്രത്തിലെ ഒരു മറക്കാനാവാത്ത അധ്യായത്തിന്റെ തുടക്കം മാത്രമാണെന്ന് എല്ലാവർക്കും അറിയാം. ആഷസ് ആരംഭിച്ചു കഴിഞ്ഞു, ഈ കഥയുടെ ഓരോ അധ്യായവും ഇനി എഴുതപ്പെടാൻ പോകുന്നതേയുള്ളൂ.